ഹായ് ഫ്രണ്ട്സ്, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. തമിഴ്നാട്ടിലുണ്ടാക്കുന്ന പൊങ്കലാണ് കേട്ടോ. അതിനൊരു 3/4 കപ്പ് പലഹാര പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ ഫുള്ളായിട്ട് നമ്മൾ ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊതുവെ 1 കപ്പ് അരിക്കാണെങ്കിൽ 1/2 കപ്പ് പരിപ്പെന്നുള്ള രീതിയിൽ എടുക്കാം. ഞാനിത് 3/4 കപ്പ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി നുറുക്കിയതാണ് കേട്ടോ, ചെറുതായിട്ട്. ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത്, നന്നായിരിക്കും. ഇത് കുരുമുളക് ചതച്ചെടുക്കണം, അവിടെ മുഴുവനായിട്ടിടും. ഞാനൊന്ന് രണ്ടായിട്ടൊന്നിങ്ങനെ ക്രഷ് ചെയ്തിടും കേട്ടോ. ജീരകം ആവശ്യത്തിന്, പിന്നെ ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യാണ്. ഇത് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ഫ്ലേവർ കിട്ടുന്നത്. എന്നിട്ട് കുക്കർ ചൂടാക്കിയിട്ട് അതിൽ ഡയറക്റ്റായിട്ട് ഞാൻ ആ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ട് ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ അവിടെ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അവസാനം വേണമെങ്കിൽ ഈ പ്രോസസ്സ് ചെയ്യുക, ഈ വറുക്കുന്ന സാധനങ്ങളൊക്കെ. പക്ഷേ ഞാനിത് ഈസി മെത്തേഡിനാണ് ഇങ്ങനെ ചെയ്യണത്. ഞാൻ ആദ്യം അതിലേക്ക് ഇഞ്ചി ഇട്ടു, ഇപ്പോൾ ഇതാ ജീരകം ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുക. ഇപ്പം കുരുമുളക് ചതച്ചതും കൂടെ ഇട്ട് എല്ലാം കൂടെ ഇട്ട് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. അതിൻ്റെ ആ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്, ആ മൂക്കുമ്പോഴാണ് ആ മണം നന്നായിട്ട് വരുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ഇതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമനുസരണം. പിന്നെ ഞാൻ ആ 1 കപ്പിന് 3.5 കപ്പാണ് വെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ. വെള്ളം ഒന്ന് ചൂടായ ശേഷം ഞാൻ ഈ അരി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി എടുത്ത് അങ്ങോട്ടേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഉപ്പും കൂടെ ഇതിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ടൊന്ന് വെള്ളം ഒന്ന് ചൂടാവുമ്പോഴേക്കും, തിളച്ച് വരുമ്പോഴേക്കും നമ്മളൊന്ന് കുക്കറൊന്ന് ലോക്ക് ചെയ്ത് വെയിറ്റും കൂടെ ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊരു 3 ആവി കയറിയാൽ മതി. ഞാൻ 1 ആവി പൊതുവെ ഹൈയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ആവി സിമ്മിൽ വെച്ചിട്ട് ചെയ്യും. ഈ 3.5 കപ്പ് അരി വെള്ളം വേണം കേട്ടോ. കുഴഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ് ഇത്. നമുക്കത് കണ്ടാൽ മനസ്സിലാവും, കുഴഞ്ഞ് തന്നെയാണ് വരണത്. പിന്നെ അത് നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ. നന്നായിട്ട് ഉടയ്ക്കുമ്പോഴേക്കും പിന്നെ നന്നായിട്ട് കട്ടിയായി വരും കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി മെത്തേഡായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. വളരെ ഹെൽത്തിനും നല്ലതായിരിക്കും. എന്തായാലും ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നുണ്ട്. ഇതിന് ഞാൻ പൊട്ടുകടല ചട്നിയാണ് വെച്ചിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. പൊട്ടുകടല ചട്നി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ. ഇതുപോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇനിയും ഞാൻ ഒരുപാട് ഷെയർ ചെയ്യണതായിരിക്കും കേട്ടോ. ഹെൽത്ത് ബെനിഫിറ്റഡ് ആയിട്ടുള്ളതാണ് ഞാൻ മാക്സിമം പറയണത്. എന്നാൽ ഈസി ആയിരിക്കണം. പിന്നെ നമുക്ക് ഡൈജഷനും കുറച്ച് ഈസി ആയിട്ടുള്ളതാണ് ഞാൻ നോക്കാറുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.